ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്കാപിക്സ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടാറ്റയുടെ അപ്കമിങ് കാറുകളാണ്. 2021-ലും 2022-ലും കൂടി ടാറ്റ മോട്ടോഴ്സും പുതിയ കുറച്ച് വാഹനങ്ങളുടെ ലോഞ്ചസും അതുപോലെ തന്നെ അവരുടെ നിലവിലുള്ള വാഹനങ്ങളുടെ കുറച്ച് അപ്ഡേറ്റ്സും എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആൻഡ് ടോട്ടൽ 5 കാറുകളുടെ അപ്ഡേറ്റ്സ് ആണ് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ വാഹനം ഹാരിയറിൻ്റെ പെട്രോൾ വേർഷനാണ്. ഈ ഹാരിയറിൻ്റെ പെട്രോൾ വേർഷനെ കുറിച്ച് ഇതിനു മുമ്പ് ഒരുപാട് ന്യൂസ് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ആൻഡ് ടാറ്റ മോട്ടോഴ്സ് ആക്ച്വലി ഡെവലപ്മെൻറ്റിലാണ് ഹാരിയറിൻ്റെ പെട്രോൾ വേർഷൻ്റെ. അതിപ്പോൾ എന്നത്തേക്ക് വരും എന്ന് മാത്രം നമുക്ക് കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റില്ല. ആൻഡ് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ എത്ര ക്യൂബിക് കപ്പാസിറ്റിയുള്ള ഒരു എഞ്ചിനാണ്, അല്ലെങ്കിൽ എത്ര CC എഞ്ചിനാണ്, അല്ലെങ്കിൽ എത്ര ലിറ്റർ എഞ്ചിനാണ്, ഞാൻ കുറച്ച് കൂടുതൽ പദങ്ങൾ ഉപയോഗിച്ചു. എനിവേ ഒരു 1.5 അല്ലെങ്കിൽ 2 ലിറ്റർ പെട്രോൾ ആയിരിക്കും ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ആൻഡ് പേഴ്സണലി എനിക്ക് തോന്നുന്നു 1.5 ലിറ്റർ പെട്രോൾ കൊണ്ടുവരാനാണ് സാധ്യത എന്ന്. ബിക്കോസ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന മറ്റുള്ള വാഹനങ്ങളായ ജീപ്പ് കോമ്പസ് നോക്കാനാണെങ്കിൽ കോമ്പസിൽ വരുന്ന ഒരു 1.4 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അതുപോലെ തന്നെ MG ഹെക്ടറിലാണെങ്കിലും ഹെക്ടർ പ്ലസിലാണെങ്കിലും ഒരു 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഇത് രണ്ടും ടർബോ പെട്രോൾ ആണ്. ആൻഡ് രണ്ടും 1.5ഉം 1.4 ആണ്. അതായത് അണ്ടർ 1.5 ലിറ്റർ കാറ്റഗറിയിൽ വരുന്നതാണ്, അല്ലെങ്കിൽ 1500 cc എഞ്ചിൻ്റെ കാറ്റഗറിയിൽ വരുന്ന അതിൻ്റെ താഴത്ത് വരുന്ന എഞ്ചിൻസ് ആണ് ഇതെല്ലാം. അത് ഇതിൻ്റെ ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് പക്ഷേ മെയിനായിട്ട് ഇതിൻ്റെ യൂസ് ഉണ്ടാവാൻ പോകുന്നത് മിഡ് സൈസ് SUV കാറ്റഗറിയിലാണ്. ടാറ്റ മോട്ടോഴ്സിന് ഇനിയും ഒരു മിഡ് സൈസ് SUV ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ ഒരു എഞ്ചിൻ അവർക്ക് ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം കാരണം ഇപ്പം നിലവിലുള്ള നെക്സോണിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ ഇവർ വീണ്ടും ഒരു പുതിയ വാഹനത്തിൽ അല്ലെങ്കിൽ ഇനി കൊണ്ടുവരാൻ പോകുന്ന ഒരു മിഡ് സൈസ് SUVയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷേ കുറച്ച് അണ്ടർപവേർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് അതൊരു 3 സിലിണ്ടർ എഞ്ചിൻ കൂടിയാണ് ഈ സെഗ്മെൻറ്റിൽ വരുന്നത്. അതായത് മിഡ് സൈസ് SUV സെഗ്മെൻറ്റിൽ വേറെ ഒറ്റ വാഹനവും 3 സിലിണ്ടർ എഞ്ചിൻ ഉപയോഗിക്കുന്നില്ല. 3 സിലിണ്ടർ എഞ്ചിൻ ഉപയോഗിക്കുന്നില്ല ഇൻ ദ സെൻസ് മിക്ക 1 ലിറ്റർ അല്ലാത്ത പെട്രോൾ വാഹനങ്ങൾ, ഇനിയിപ്പോൾ കുഷാക്കും ടൈഗണും രണ്ടും 1 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ കൂടിയാണ് വരാൻ പോകുന്നത്. പക്ഷേ അത് ഒരുപാട് അവാർഡ്സ് ഒക്കെ ജയിച്ചിട്ടുള്ള ഒരു എഞ്ചിൻ ആയതുകൊണ്ട് കുഴപ്പമില്ല, കാരണം അത്യാവശ്യം പവർഫുൾ ആണ്. പക്ഷേ ഹാരിയറിൻ്റെ കേസിൽ ഒരു പുതിയ എഞ്ചിൻ കൊണ്ടുവരാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ദാറ്റ് മൈറ്റ് ബി 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ. അതെൻ്റെ ഒരു അസംഷനാണ്. ഇനി ഇത് എന്നത്തേക്ക് വരും ചോദിച്ചു കഴിഞ്ഞാൽ 2022 അല്ലെങ്കിൽ 2023 ഈ ഒരു പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനോട് കൂടിയ ഹാരിയർ വരേണ്ടതാണ്. സഫാരിയെക്കുറിച്ച് നമുക്ക് ഇതുവരെ കൺഫർമേഷൻസ് ഒന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും നമ്മുടെ അടുത്ത വാഹനം ടാറ്റ HPX ആണ്. ടാറ്റ HPXനെ കുറിച്ച് ഞാൻ കൂടുതൽ വിവരിച്ച് തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഒരുപാട് ആൾക്കാർക്കും ഇപ്പോൾ HPXനെ കുറിച്ച് അറിയാം. HPX എന്ന് പറയുന്ന ഒരു മൈക്രോ SUV ആണ്. ആൻഡ് അണ്ടർ 4 മീറ്റർ സെഗ്മെൻറ്റിലെ കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ്. പക്ഷേ ഒരു കോമ്പാക്ട് SUV അല്ല. കോമ്പാക്ട് SUVയെക്കാളും കുറച്ചും കൂടെ സൈസ് കുറഞ്ഞ ഒരു വാഹനമായിരിക്കും ടാറ്റ HPX. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഫീച്ചേഴ്സ് ഒന്ന് ഇതിൻ്റെ LED DRLs ആണ്. അതായത് സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സിന് ട്രീറ്റ്മെൻറ്റോട് കൂടി വരുന്ന ഫ്രണ്ട് ഡിസൈൻ ആണ്. ആൻഡ് പിന്നെ 7 ഇഞ്ചസിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ലിസ്റ്റ് ആണ് വിത്ത് സ്മാർട്ട് ഡിജിറ്റൽ ആണ്. അതായത് സ്പീഡോമീറ്റർ അനലോഗ് ആയിരിക്കും, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡിജിറ്റൽ ആയിരിക്കും. ഒരു 7 ഇഞ്ചസിൻ്റെ കളർ TFT ഇൻസ്ട്രുമെൻറ്റ് ലിസ്റ്റ് ആയിരിക്കും ഈ ഒരു വാഹനത്തിൽ വരാൻ പോകുന്നത്. ആൻഡ് 7 ഇഞ്ചസിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 16 ഇഞ്ചസിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, ഓട്ടോ AC, ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മൗണ്ട് ഓഡിയോ കൺട്രോൾസ് പോലുള്ള ഫീച്ചേഴ്സും അതുപോലെ തന്നെ പുഷ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ പോലുള്ള ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. അതിന് പുറമെ കോർണറിംഗ് സ്റ്റെബിലിറ്റി കൺട്രോളും ABS EBD ഡ്യുവൽ എയർ ബാഗ്സ് പോലുള്ള ഫീച്ചേഴ്സും HPXൽ അവൈലബിൾ ആയിരിക്കും. ഇത് മേ ബി ഒരു 1.2 ലിറ്റർ എഞ്ചിനോട് കൂടി നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനോട് കൂടി ആയിരിക്കും ആദ്യം ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ആൻഡ് ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഈ ആദ്യം പറഞ്ഞ എഞ്ചിൻ്റെ പവർ മാക്സിമം 85 bhp ആയിരിക്കും. ആൻഡ് ടോർക്ക് വരുന്ന ഓൾമോസ്റ്റ് 113 ന്യൂട്ടൺ മീറ്റേഴ്സ് ആയിരിക്കും. പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റേജിൽ HPXൽ ഒരു പക്ഷേ ഒരു 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. ടർബോ പെട്രോൾ എന്ന് പറയുമ്പോൾ അൾട്രോസിൽ വരുന്ന സെയിം പവർ ഫിഗേഴ്സോട് കൂടി, അതായത് ഓൾമോസ്റ്റ് 110 PS പവർ ആൻഡ് 140 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കോട് കൂടിയ ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ കൂടി HPXൽ ലേറ്റസ്റ്റ് സ്റ്റേജിൽ അവതരിപ്പിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും HPXന്റെ ലോഞ്ച് ഡേറ്റ് എക്സ്പെക്റ്റഡ് ലോഞ്ച് ഡേറ്റ് 2021 എൻഡോട് കൂടിയാണ്. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് ഇത്രയും ലോഞ്ച് ഡിലേ ആയി പോയത് ആദ്യത്തെ പ്രോബ്ലം കോവിഡ് പാൻഡമിക് ആണ്. ആൻഡ് ടാറ്റയുടെ പ്രൊഡക്ഷൻ പ്ലാൻസ് എല്ലാം ഫുൾ കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വാഹനം കൂടെ വരികയാണെങ്കിൽ ഇതിൻ്റെയും കൂടെ ലോഞ്ച് അക്കോമഡേറ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം മറ്റു വാഹനങ്ങളുടെ ഡെലിവറി പീരീഡ് അല്ലെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് കൂടും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഡെലിവറീസ് അവർക്ക് ചെയ്യാൻ പറ്റിയെന്നും വരില്ല. അതുകൊണ്ടാണ് HPXന്റെ ലോഞ്ച് ഡേറ്റ് ഇത്രയും ഡിലേ ആയി പോകുന്നത്. സഫാരിയും ഈ അടുത്ത് തന്നെയാണല്ലോ ടാറ്റ മോട്ടോഴ്സ് ലോഞ്ച് ചെയ്തത്. എനിവേ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 2 വാഹനങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മുടെ അടുത്ത 3ാമത്തെ വാഹനം അതൊരു പുതിയ അപ്ഡേറ്റ് അല്ല. ആക്ച്വലി ഇത് അൾട്രോസിൻ്റെ തന്നെ ഒരു ഇലക്ട്രിക് വേർഷനാണ്. അൾട്രോസ് ഇലക്ട്രിക്കിനെ കുറിച്ച് ഞാനും കൂടുതൽ ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം 2020 ഓട്ടോ എക്സ്പോയിൽ അവർ ഇത് ഷോക്കേസ് ചെയ്തതാണ്. സെയിം സിപ്ട്രോൺ ആ ഒരു ടെക്നോളജി രണ്ടിലായിരിക്കും അൾട്രോസിൻ്റെ EV വേർഷൻ അവർ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ആൻഡ്
നെക്സോണിൻ്റെ പവർ ഫിഗേഴ്സ് ഒക്കെ തന്നെയായിരിക്കും ഏകദേശം ഈ ഒരു വാഹനത്തിന് വരാൻ പോകുന്നത്. അതായത് 129 PS പവറോട് കൂടി ഒരു 30.2 kWh ബാറ്ററി ആയിരിക്കും ഈ ഒരു വാഹനത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ആൻഡ് അതിൻ്റെ റേഞ്ച് ഓൾമോസ്റ്റ് 300 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തുമായിരിക്കും. പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് 12 or 13 lakhsലാണ്. 13 lakhsil ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 15 or 16 lakhs വരെ പോകാനാണ് സാധ്യത എക്സ് ഷോറൂം പ്രൈസ്. എന്തായാലും ഇപ്പം നിലവിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വെച്ച് നോക്കാനാണെങ്കിൽ അൾട്രോസിൻ്റെ ഇലക്ട്രിക് വേർഷനും ഒരു നല്ല പ്രൊഡക്റ്റായിട്ട് തന്നെ മാറുമായിരിക്കും. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് ഡേറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 2022 പകുതിയോട് കൂടിയാണ്, അല്ലെങ്കിൽ 2022 എൻഡോട് കൂടിയാണ്. ഇതിപ്പോൾ അണ്ടർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ഇലക്ട്രിക് അൾട്രോസിൻ്റെ വേർഷൻ. പിന്നെ പറഞ്ഞു വരുമ്പോൾ അൾട്രോസിൽ ഈ അടുത്ത് തന്നെ ഒരു അപ്ഡേറ്റ് വന്നതാണ്. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത വീഡിയോ കാണാം. അതെന്താണെന്ന് വെച്ചാൽ അൾട്രോസിൻ്റെ ഡാഷ്ബോർഡിൽ അല്ലെങ്കിൽ സെൻറ്റർ കൺസോളിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫിസിക്കൽ ബട്ടൺസ്, അതായത് നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള മാനുവൽ ആയിട്ടുള്ള ബട്ടൺസ് അവർ നിന്ന് റിമൂവ് ചെയ്ത് അവിടെ ഇപ്പോൾ അൾട്രോസിൻ്റെ ഒരു ബാഡ്ജിങ് ആണ് വരുന്നത്. അത് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് അല്ലെങ്കിൽ ഐ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്ത് ആണെങ്കിലും ആ ഒരു വീഡിയോ കാണാം. അൾട്രോസിൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ് ആണിത്. ആൻഡ് അതിപ്പോൾ ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. ഷോറൂംസിലൊക്കെ ഈ ഒരു അപ്ഡേറ്റഡ് അൾട്രോസ് ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുമുണ്ട്. ഇനി നമ്മുടെ 5ാമത്തെ വാഹനം, ഇത് ഒരു പുതിയ വാഹനമായിട്ട് അവർ കൊണ്ടുവരുന്നതല്ല. ആക്ച്വലി ടാറ്റ മോട്ടോഴ്സ് ഒരുപാട് കാലമായിട്ട് ടിയാഗോ CNGയുടെ ഒരു പുറകിലുള്ള ഒരു ഗവേഷണത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ ഒരുപാട് കാലമായിട്ട് ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പല വാഹനങ്ങളുടെയും CNG വേർഷൻസ്. അതിപ്പോൾ മാരുതിയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ CNG പ്രൊമോട്ട് ചെയ്യുന്നൊരു കമ്പനി. വാഗണാറിലാണെങ്കിലും ഓൾട്ടോയിലല്ല സെലേറിയോയിൽ, അതുപോലെ ഒരുപാട് വാഹനങ്ങളിൽ ഡിസയർ CNG ഉണ്ട്. ഇപ്പോൾ അത് ടൂർ വേർഷനിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങളിൽ ഇപ്പോൾ മാരുതി സുസുക്കി തന്നെ ഇവരുടെ CNG വേർഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ടാറ്റയും ഒരു CNG വേർഷൻ ടിയാഗോയുടെ അവതരിപ്പിക്കും എന്ന് ആണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. ഇത് എത്രമാത്രം ക്രെഡിബിൾ ആണ് എന്നെനിക്കറിയില്ല. പക്ഷെ എന്നാലും ഏകദേശം ഒരു 50-50 ചാൻസ് ആണ് വരാനും വരാതിരിക്കാനും. ആക്ച്വലി അതിപ്പോൾ അണ്ടർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലാണ് എന്ന് നമുക്ക് പറയാം. വരും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റുകയും ചെയ്യും. ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഓൾമോസ്റ്റ് 2022 സാധ്യത. പ്രൈസിനെ കുറിച്ച് ഞാൻ എന്തായാലും ഇപ്പോൾ പറയുന്നില്ല. മിക്കവാറും ബേസ് മോഡലുകളിലൊക്കെ ആയിരിക്കും ഇതുപോലെ CNG വേർഷൻസ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. ആൻഡ് ടിയാഗോയിൽ മാത്രമല്ല ടിഗോറിലും ഒരു CNG വേർഷൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബേസ് മോഡലുകളിലൊക്കെ തന്നെ ആയിരിക്കാനാണ് സാധ്യത CNG കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഫാക്ടറി ഫിറ്റഡ് CNG, ഒന്നെങ്കിൽ ഫാക്ടറി ഫിറ്റഡ് CNG എല്ലാ വേരിയൻസിലും അവർ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുമായിരിക്കും. അതല്ല എങ്കിൽ ബേസ് മോഡലുകളിലൊക്കെ സെക്കൻഡ് ബേസ് അല്ലെങ്കിൽ ബേസ് XC അല്ലെങ്കിൽ XM വേരിയൻറ്റുകളിൽ, അല്ലെങ്കിൽ ടിയാഗോയുടെ XT ആണ് ആൻഡ് ടിഗോറിൻ്റെ XT. ഓക്കെ, ഈ XC ആൻഡ് XT വേരിയൻറ്റുകളിൽ അവർ പ്രത്യേകം ഫാക്ടറി ഫിറ്റഡ് CNG അറേഞ്ച് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. അങ്ങനെ ആയിരിക്കാം അവരുടെ ഒരു പ്ലാനിങ് വരാൻ പോകുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ അറിയില്ല. എന്തായാലും ടിഗോറിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് മാത്രമല്ല, ടിഗോറിൻ്റെ ഒരു പുതിയ ഇലക്ട്രിക് വേർഷൻ കൂടി വരുന്നുണ്ട്. അതിപ്പോൾ ടെസ്റ്റിങ്ങിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ടിഗോറിൻ്റെ ഒരു പുതിയ ഇലക്ട്രിക് വേർഷൻ ടാറ്റ കൊണ്ടുവരുന്നത്. ആക്ച്വലി നിലവിൽ ടിഗോറിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷൻ അവൈലബിൾ ആണ്. പക്ഷേ അത് പഴയ മോഡലാണ്, അതായത് പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലാണ് ഇപ്പോഴും ഇലക്ട്രിക് ടിഗോറാക്കി അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സിപ്ട്രോൺ ടെക്നോളജി അവർ ഉപയോഗിക്കുന്നില്ല. സിപ്ട്രോൺ എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള ടെക്നോളജിയാണ്. ഈ ടെക്നോളജി രണ്ടറിൽ അവർ കുറച്ച് പവർ കൂടിയ ആൻഡ് റേഞ്ച് കുറഞ്ഞ വാഹനങ്ങൾ നല്ലൊരു പ്ലാറ്റ്ഫോമിൽ തന്നെ ബിൽഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതാണ് സിപ്ട്രോൺ ടെക്നോളജി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നോളജി രണ്ടറിലല്ല പുതിയ ടിഗോർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് ഒക്കെ കുറച്ച് കുറവായിരിക്കും. റേഞ്ച് ആണെങ്കിലും ഓൾമോസ്റ്റ് 100 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. വിലയാണെങ്കിൽ കുറച്ച് കൂടുതലാണ്. ആക്ച്വലി 9 or 10 lakhs ആയിരിക്കും ഇപ്പോഴത്തെ വാഹനത്തിന് സ്റ്റാർട്ടിംഗ് പ്രൈസ്. 10 or 11 lakhs മറ്റോ ആണ്. അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്ന വാഹനത്തിന് സ്റ്റാർട്ടിംഗ് പ്രൈസും ഓൾമോസ്റ്റ് 10 അല്ലെങ്കിൽ 11 lakhs സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 12 അല്ലെങ്കിൽ 12.5 lakhs വരെ പോകാനാണ് സാധ്യത. ആൻഡ് നമ്മളിപ്പോൾ പറഞ്ഞ എക്സ്പെക്റ്റഡ് എക്സ് ഷോറൂം പ്രൈസ് ആണ്. ഈ 5 വാഹനങ്ങളിലാണ് ടാറ്റ പുതിയതായിട്ട് അപ്ഡേറ്റ്സ് കൊണ്ടുവരാൻ പോകുന്നത്. ആദ്യം തന്നെ അവരുടെ ഒരു മെയിൻ ഉദ്ദേശം ഇനി മിക്കവാറും HPX ഇറക്കുക എന്നതാണ്. അതായത് ഇനി അടുത്ത ലേറ്റസ്റ്റ് വരാൻ പോകുന്നൊരു പ്രൊഡക്റ്റ് ടാറ്റ HPX തന്നെയാണ്. ഈ ഒരു HPX ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമായിരിക്കും അവരിപ്പോൾ നിലവിലുള്ള പ്രൊഡക്ട്സ് അവരൊന്ന് ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യുന്നത്. കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കാനാണെങ്കിലും അപ്ഡേറ്റ്സ് ഇപ്പോൾ നെക്സോണിൽ അവർ കൊടുത്തിരുന്നു. ഈ അടുത്ത് തന്നെ നെക്സോണിൽ കുറച്ച് കാലം മുമ്പ് കൊടുത്താണ്. നെക്സോണിൻ്റെയും അവർ ഫിസിക്കൽ ബട്ടൺസ് അവർ റിമൂവ് ചെയ്ത് കളഞ്ഞു. സെൻറ്റർ കൺസോൾ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനുണ്ടായിരുന്നു, അൾട്രോസിൽ ചെയ്ത പോലെ തന്നെ. അത് ആദ്യം നെക്സോണിലാണ് വന്നത്. അപ്പോൾ അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് അവരുടെ നിലവിലുള്ള വാഹനങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങുമായിരിക്കും HPXൻ്റെ ലോഞ്ചിന് ശേഷം. അവരിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന HPXൻ്റെ ലോഞ്ചിലാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സിനും ഡീറ്റെയിൽസിനൊക്കെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.